നമസ്കാരം. മധ്യപൂർവേഷ്യയിൽ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യം രൂപപ്പെടുന്നുവെന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകളിൽ നിറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ നിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഇറാന്റെ 16 കപ്പലുകൾ അമേരിക്കൻ സൈന്യം തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഈ മേഖലയിലെ സുരക്ഷാ ആശങ്കകൾക്ക് പുതിയ ഭാവം നൽകിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ വ്യാപാര മാർഗങ്ങളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ വീണ്ടും ജിയോ പൊളിറ്റിക്കൽ സംഘർഷത്തിന്റെ കേന്ദ്രമായി മാറുകയാണ്. ഹോർമസ് കടലിടുക്ക് ഗൾഫ് പ്രദേശത്തെ എണ്ണ ഉൽപാദക രാജ്യങ്ങളെ ലോക വിപണിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന സമുദ്രമാർഗമാണ്. ലോകത്തെ കടൽ മാർഗം കൊണ്ടുപോകുന്ന ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ ഏകദേശം 1/5 ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നുവെന്നാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും പ്രാദേശിക സുരക്ഷയെ മാത്രമല്ല ആഗോള സാമ്പത്തിക സംവിധാനത്തെയും ബാധിക്കുന്നതാണ്. അമേരിക്കയുടെ ആരോപണ പ്രകാരം ഇറാൻ ഈ കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ച് കടൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനു മുൻപ് തന്നെ അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളും സൈനിക വൃത്തങ്ങളും ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ സൈന്യം ഇറാന്റെ 16 കപ്പലുകൾ തകർത്തുവെന്ന വിവരവും ദൃശ്യങ്ങളും പുറത്തുവിട്ടത്. ഈ സംഭവ വികാസം സാധാരണമായ ഒരു സൈനിക ഏറ്റുമുട്ടലായി മാത്രം കാണാനാകില്ല. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ദീർഘകാല രാഷ്ട്രീയ സൈനിക സംഘർഷത്തിന്റെ പുതിയ ഘട്ടമാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. നശിപ്പിച്ചവയിൽ ഒന്നിലധികം ഇറാൻ നാവിക കപ്പലുകളും ഉണ്ടെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. മേഖലയിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ ഉടൻ നീക്കം ചെയ്തില്ല എങ്കിൽ ഇതുവരെ കാണാത്ത കടലാക്രമണം നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ ഇറാന്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാനാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്നതിനെതിരെയും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും ട്രംപ് ഇറാനെതിരെ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇറാന്റെ നാവികശേഷിയെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ അമേരിക്ക തുടരുകയാണ്. മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും ഉപയോഗിച്ച് ഹോർമൂസ് കടലിടുക്കിൽ മൈൻ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും തകർക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാനെതിരെ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ കപ്പലുകൾക്കു നേരെ ആക്രമണം ഉണ്ടായത്. 1979 ഇറാൻ വിപ്ലവത്തിനു ശേഷം തന്നെ ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ സംഘർഷഭരിതമായിരുന്നു. അതിനുശേഷം സാമ്പത്തിക ഉപരോധങ്ങളും സൈബർ ആക്രമണങ്ങളും പ്രോക്സി യുദ്ധങ്ങളും ഉൾപ്പെടെ വിവിധ രീതികളിൽ ഈ സംഘർഷം തുടരുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് ഏറ്റുമുട്ടലും പ്രത്യാക്രമണങ്ങളും വരെ എത്തി 11 ദിവസം കടന്നു. ഇപ്പോഴത്തെ സംഭവ വികാസം മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഇതിനകം തന്നെ മധ്യപൂർവേഷ്യയിൽ സുരക്ഷാ സാഹചര്യം വളരെ ഗുരുതരമാണ്. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക യുദ്ധം, ഗാസ യുദ്ധം, യമനിലെ സംഘർഷം, സിറിയയിലെ ആഭ്യന്തര യുദ്ധം തുടങ്ങിയവ ഈ മേഖലയെ അസ്ഥിരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇനിയും മുന്നോട്ട് പോയാൽ അത് കൂടുതൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലുണ്ടായ ഈ പുതിയ സംഭവ വികാസം മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. ലോക സാമ്പത്തിക സംവിധാനത്തിനും ആഗോള രാഷ്ട്രീയത്തിനും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു സംഘർഷത്തിന്റെ തുടക്കമായിരിക്കാം ഒരു പക്ഷേ ഇത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലെ രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾ ലോകം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.